രാജ്യം ഓരോ 5 മിനിറ്റിലും ഒരു സൈനികനെ നഷ്ടപ്പെടുന്ന പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ഇസ്രായേൽ സൈനിക ഓഫീസർ ഇറസെഷൽ. ഇത്തരത്തിലുള്ള സംഘർഷഘട്ടങ്ങളിൽ ഒന്നുകിൽ യുദ്ധമുന്നണിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് ഇഷൽ പറയുന്നത്. തോറ മത പാഠശാലയിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കവെയാണ് സൈനിക ഓഫീസറുടെ വെളിപ്പെടുത്തൽ. നിലവിൽ 1300 ഇസ്രായേൽ സൈനികർ യുദ്ധ നടപടികൾക്കിടയിൽ കൊല്ലപ്പെട്ടതായും ഓഫീസർ പറഞ്ഞു. താൻ ഉടനെ ഗാസയിലേക്ക് പുറപ്പെടുകയാണെന്നും യുദ്ധത്തിൽ തനിക്ക് എന്തും സംഭവിക്കാമെന്നും ഇറസെഷൽ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്. ഇസ്രായേൽ സൈനിക ഓഫീസറുടെ തുറന്നു പറച്ചിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. രാജിവെച്ച് പുറത്തുപോകൂ എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നയനിലപാടുകളെ എതിർത്ത് ഭൂരിഭാഗം അമേരിക്കക്കാരും രംഗത്ത് വന്നു. ന്യൂയോർക്ക് ടൈംസും സിയാന കോളേജും നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 57% പേരും അമേരിക്കൻ പ്രസിഡന്റ് ഗസ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ എതിർപ്പ് രേഖപ്പെടുത്തി. 33% പേർ മാത്രമാണ് ബൈഡനെ അനുകൂലിക്കുന്നത്.